തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര മണ്ഡലമാണ് ഈ വീഡിയോ അനലൈസ് ചെയ്യുന്നത്. ചേലക്കര എന്ന് വെച്ചാൽ 9 പഞ്ചായത്തായിരുന്നു, 9 ലോക്കൽ ബോഡികളുള്ള ഒരു വലിയ മണ്ഡലമാണ്. ചേലക്കരയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കുകയാണെങ്കിൽ LDF ആണ് അവിടെ മുന്നിൽ, 67,250, 40% വോട്ടുണ്ട്. UDF രണ്ടാമതാണ്, 54,000 വോട്ടാണ്. NDAക്കും 20% വോട്ടുണ്ട്, 34,000 വോട്ടോളം ഉണ്ട്. അത് സ്വതന്ത്രമെല്ലാം കൂടെ 12,000, 13,000 വോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മെമ്പർമാർ നോക്കി LDF 84 പേരുള്ളപ്പോൾ UDF 52 പേരാണുള്ളത്. NDA 23 മെമ്പർമാരും അതേഴ്സ് 8 പേര്. LDF കോട്ട തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ. 11,000 വോട്ടിന് ലീഡ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ട്. ഇനി പഴയകാല ചേലക്കര മണ്ഡലത്തിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ 2011 CPM കെ രാധാകൃഷ്ണൻ LDF വോട്ടിന്റെ മണ്ഡലമാണ്. 2016 LDF വീണ്ടും 10,000 വോട്ടിന് ജയിച്ചു. 2021 അദ്ദേഹം തന്നെ കെ രാധാകൃഷ്ണൻ പകുതി വോട്ട് എതിരാളികളുള്ളൂ, 83,000 വോട്ട് കിട്ടി ജയിച്ചു. പിന്നെ അദ്ദേഹം MP ആയിട്ട് പോയപ്പോൾ ബൈ ഇലക്ഷൻ വന്നപ്പോൾ വീണ്ടും CPM നിലനിർത്തി. രമ്യദാസ് ശക്തിയായ കാൻഡിഡേറ്റ് നിർത്തിയിട്ട് പോലും CPMന് അത് ജയിക്കാൻ പറ്റിയില്ല. UR പ്രദീപാണ് ജയിച്ചത്. അപ്പോൾ അദ്ദേഹം തന്നെ സിറ്റിംഗ് MLA UR പ്രദീപ് തന്നെയാണ് മത്സരിക്കുന്നത്. UDF ശിവൻ വെട്ടിക്കുന്ന്, BJP കെ ബാലകൃഷ്ണൻ. ഞാൻ അതൊന്ന് നോക്കേണ്ടത്, അന്ന് BJPക്ക് 33,000 വോട്ട് കിട്ടി. അത്യാവശ്യം നല്ല വോട്ട് BJP പിടിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ LDFന് ഇത്ര 40% വോട്ടുണ്ട്, 84 മെമ്പർമാരുണ്ട്. എന്തായാലും LDFനൊരു വിന്നർ LDF ആണെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതേപോലെ തന്നെ UDFും വോട്ട് പിടിക്കും, 2ാം സ്ഥാനം എത്തും. BJP വോട്ട് ഷെയർ 33, 35, 40 എത്തുമായിരിക്കാം. ബട്ട് സ്റ്റിൽ 3ാം സ്ഥാനം തന്നെ ആയിരിക്കും, കുറച്ചുകൂടെ വോട്ട് കൂടുമെന്ന് മാത്രം. അപ്പോൾ എഫക്റ്റീവ്ലി ചേലക്കര LDF ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.